ഗോവിന്ദൻ കണ്ണൂർ DCC ഓഫീസിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. CPM തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ബംഗാളിലെ അവസ്ഥ ഉണ്ടാകും. കോൺഗ്രസിൽ ചേരുന്നതിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. PV അൻവറിന്റെ പാർട്ടിക്കൊപ്പം ഇല്ലെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. CPMന്റെ കോട്ടയായിട്ടുള്ള തളിപ്പറമ്പിലെ കേന്ദ്രങ്ങളിലെല്ലാം ആ പാർട്ടിക്കെതിരായ ജനവികാരമാണ് പ്രകടമായിട്ടുള്ളത്. ആ ജനവികാരം തീർച്ചയായിട്ടും ഇവിടെ CPMനെ തിരുത്തിക്കുന്നതിന് പ്രയോജനപ്പെടുമെങ്കിൽ ആ പാർട്ടിക്ക് രക്ഷയുണ്ടാവും. അല്ലെങ്കിൽ ആ പാർട്ടി ബംഗാളിന്റെ മാതൃകയിലേക്ക് ഇവിടുത്തെ കേരളത്തിലെ CPMും തകർന്നടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിന് UDF പിന്തുണ നൽകിയിട്ടുണ്ട്. ആ നിലപാടുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും. ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ആർക്കും ജീവിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും നേതൃത്വം വരികയോ വേണ്ട. ആർക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇപ്പൊ ഗാന്ധിയൻ ആദർശം സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരില്ലേ? എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ ഗാന്ധിയൻ ആദർശത്തനുസരിച്ച് ജീവിക്കുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. PV അൻവറെ ഞാൻ കണ്ടിട്ടുമില്ല. PV അൻവർ എന്നെ കണ്ടിട്ടുമില്ല. എന്നെ കാണാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കാണാൻ വേണ്ടി തയ്യാറില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനിപ്പോ UDFന്റെ ഭാഗമായിട്ടുള്ള MLA ആണ്. UDFന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരു യോജിപ്പില്ല. കാരണം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മെയിൽ നമ്മളോടൊപ്പം ചേരുന്നു. മനോജ്, വിശദാംശങ്ങൾ. നീലാഞ്ജന, തളിപ്പറമ്പിലെ ഐതിഹാസികമായ വിജയത്തിന് ശേഷം ആദ്യമായാണ് TK ഗോവിന്ദൻ കണ്ണൂർ DCC ഓഫീസിലെത്തിയത്. DCC ഓഫീസിൽ എത്തിയ TK ഗോവിന്ദനെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിച്ചു. അല്പസമയം അവർ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തെറ്റ് തിരുത്താൻ CPM തയ്യാറായില്ലെങ്കിൽ ബംഗാളിലെ അവസ്ഥ CPMന് കേരളത്തിലും ഉണ്ടാകും എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെറ്റുതിരുത്തുക എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു അതര വ്യായാമം മാത്രമാണ്. തെറ്റുതിരുത്തും, ഓരോ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോഴും തെറ്റുതിരുത്തും എന്ന് പറയുന്നതല്ലാതെ അതിലേക്ക് കടക്കുന്ന ഒരു നടപടിയും CPM ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇത് പിണറായി വിജയനോ അല്ലെങ്കിൽ MV ഗോവിന്ദനോ എതിരായ ഒരു വിധി എന്ന് മാത്രം പറയാൻ കഴിയില്ല. CPMന്റെ മൊത്തത്തിലുള്ള ഒരു നയത്തിനെതിരായ ഒരു വിധിയെഴുത്തു കൂടിയാണ് ഉണ്ടായത്. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിൽ ഉൾപ്പെടെ അവർ തകർന്നടിയുന്ന ഒരു കാര്യമാണ് കണ്ടത്. പയ്യന്നൂരിലും അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലും തോൽക്കുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടികളിൽ ഒന്നാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇനി തിരുത്താൻ ആ പാർട്ടി തയ്യാറാകുമോ? തയ്യാറായാൽ ആ പാർട്ടിക്ക് നല്ലത്. അല്ലെങ്കിൽ ബംഗാളിലെ ഒരു അവസ്ഥ CPMന് കേരളത്തിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസിലേക്ക്, അതായത് DCC ഓഫീസിലേക്ക് അദ്ദേഹം വന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലേക്കുള്ള ഒരു പടികയറ്റമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന നിരവധി കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ട് എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഗ്രസിൽ ചേരും എന്നതിന്റെ സൂചനയൊന്നും TK ഗോവിന്ദൻ നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ചർച്ചകളിൽ തന്റെ അഭിപ്രായം പാർട്ടി UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ചോദിച്ചാൽ അതിന്റെ ഭാഗമായി മത്സരിച്ച് ജയിച്ചയാൾ എന്നുള്ള നിലയിൽ താൻ അഭിപ്രായം പറയും. ഇന്നയാൾ മുഖ്യമന്ത്രി ആകണം എന്ന് താൻ പരസ്യമായി പറയുന്ന ഒരു കാര്യമില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ നീക്കം. PV അൻവർ ബേപ്പൂരിൽ പരാജയപ്പെട്ടതോടുകൂടി ആ നീക്കം എത്രമാത്രം വിജയം കാണും എന്നതിനെ കുറിച്ച് വലിയ സംശയങ്ങളുണ്ട്. ഈ വോട്ടെണ്ണുന്നതിന് തൊട്ടു മുമ്പ് PV അൻവർ കണ്ണൂരിലെത്തി V കുഞ്ഞികൃഷ്ണനെ കണ്ടിരുന്നു. TK ഗോവിന്ദനെയും കാണാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ കാണാൻ താല്പര്യമില്ല എന്ന് TK ഗോവിന്ദൻ തന്നെ അൻവറിനെ അറിയിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ TK ഗോവിന്ദൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ആ നീക്കത്തിൽ PV അൻവറിന്റെ നീക്കത്തോടൊപ്പം നിൽക്കാൻ താനില്ല എന്ന് TK ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തളിപ്പറമ്പിലെ ഒരു വിജയം എന്ന് പറയുന്നത് TK ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഒരു മധുര പ്രതികാരം തന്നെയാണ്. CPM ഒരിക്കലും തളിപ്പറമ്പിൽ തോൽക്കും എന്ന് കണക്ക് കൂട്ടിയിരുന്നില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോട്ടകൾ എന്നുള്ളത് തളിപ്പറമ്പ് മണ്ഡലത്താണ്. അത് മലപ്പട്ടമുണ്ട്, ആന്തൂരുണ്ട്, മയ്യിലുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിൽ വോട്ട് ചോരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇത് CPMൽ ഉണ്ടാക്കിയ ഞെട്ടൽ അത് ചെറുതല്ല. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകൾ അടക്കം ഒലിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത്. ഇതിൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഏറ്റവും ആഴത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അഡ്വക്കേറ്റ് KV അബ്ദുൾ റസാഖാണ് TK ഗോവിന്ദന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായി പ്രവർത്തിച്ചത്. ആ അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ജയിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ ശാസ്ത്രീയമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തളിപ്പറമ്പിലെ ഈ അട്ടിമറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. CPMനെതിരായ, അതായത് TK ഗോവിന്ദൻ ഉയർത്തിയ കാര്യങ്ങൾ,
അത് എം വി ഗോവിന്ദന്റെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് ടി കെ ഗോവിന്ദൻ ഉയർത്തിയ ആ വെല്ലുവിളി, അതിനെ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനം അഡ്വക്കേറ്റ് കെ വി അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിൽ, ചീഫ് ഇലക്ഷൻ ഏജന്റിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു. ഇപ്പോൾ അബ്ദുൾ റസാഖ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അബ്ദുൾ റസാഖ്, ഒരു വലിയ അത്ഭുതമാണ്, നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലൊരു അത്ഭുതമാണ് തളിപ്പറമ്പിൽ സംഭവിച്ചത്. തളിപ്പറമ്പിൽ നേരിയ വോട്ടിനെങ്കിലും, ഒരു 5000 വോട്ടിനെങ്കിലും ജയിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് CPM അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ മാറി ഇങ്ങനെ ഒരു അട്ടിമറിയിലേക്കൊക്കെ പോയതിൻ്റെ ഒരു രഹസ്യം എന്താണ്? രഹസ്യം എന്നുള്ളത് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു വിജയമാണ്. ഒന്ന്, തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വർക്ക്, അത് നോമിനേഷൻ മുതൽ അതിൻ്റെ ഫലപ്രഖ്യാപനം വരെ വളരെ ശാസ്ത്രീയമായി, വളരെ അടുക്കും ചിട്ടയോട് നടത്താൻ കഴിഞ്ഞു. തളിപ്പറമ്പിലെ UDFൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഇലക്ഷൻ സ്ട്രാറ്റജി, അത് വളരെ കൃത്യമായി വർക്കൗട്ട് ചെയ്തു. അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ, ഒന്ന് CPMലുണ്ടായ ഒട്ടേറെ വിഷയങ്ങൾ, ആ ഒട്ടേറെ വിഷയങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMലുണ്ടായ അഭിപ്രായ വ്യത്യാസം, അതുപോലെ നിലവിലുള്ള MLAയുടെ ശൈലി, അതിനോടൊപ്പം CPMൻ്റെ കേരളത്തിലെയും ജില്ലയിലെയും CPMൻ്റെ നേതൃത്വത്തിനോടുള്ള എതിർപ്പ് കൂടാതെ വിശിഷ്യ തളിപ്പറമ്പിൽ പ്രത്യേക വിഷയങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോഴാണ് ഇത്രയും ഗംഭീരമായ വിജയം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു. എങ്കിലും CPMൻ്റെ കോട്ടകളാണ് ഇപ്പോൾ മലപ്പട്ടമായാലും മയ്യിലായാലും ആന്തൂരായാലും കുറ്റ്യാട്ടൂരായാലും, ഇതൊക്കെ CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ അടങ്ങിയ ഒരു പ്രദേശമാണ്. അവിടെയൊക്കെ ഇങ്ങനെ കടന്നു ചെന്ന് അവിടുന്നൊക്കെ വോട്ട് കിട്ടും. നമുക്ക് ചിന്തിക്കുമ്പോൾ അത് ഒരു പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുക വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്കൊക്കെ എങ്ങനെയാണ് കടന്നത്? ഈ കോട്ടകളിലൊക്കെ തന്നെ ലീഡ് കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് അതിനുള്ളൊരു റീഡിംഗ്, അതായത് CPMൻ്റെ വർക്കേഴ്സിൽ നിന്നും അതുപോലെ CPMൻ്റെ നേതാക്കന്മാരിൽ നിന്നും അതുപോലെ പൊതുജനങ്ങളിൽ നിന്നും നമുക്കൊരു റീഡിങ് ലഭിച്ചിരുന്നു. അപ്പോൾ ആന്തൂരിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, അതുപോലെ ഈ നിയോജകമണ്ഡലത്തിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത്, മയിൽ പഞ്ചായത്ത്, ടി കെ ഗോവിന്ദൻ മാസ്റ്ററുടെ പഞ്ചായത്തായ മലപ്പട്ടം പഞ്ചായത്ത്, ലോകത്ത് തന്നെ ഒരുപക്ഷെ എതിരില്ലാതെ ഭരിക്കുന്ന CPMൻ്റെ ഒരു കോട്ട, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സെമിനാറുകളൊക്കെ ചർച്ചാ വിഷയമായ മലപ്പട്ടം പഞ്ചായത്ത്, അവിടെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ആ CPMൻ്റെ തെറ്റായ പ്രവണതകൾ, തെറ്റായ കാര്യം സൂചിപ്പിച്ച് പൊതുസമൂഹത്തോട് പറയുകയും അത് UDFനെ അദ്ദേഹത്തെ പിന്തുണക്കാൻ തയ്യാറായപ്പോഴാണ് UDFൻ്റെ ആദ്യമൊക്കെ UDFൻ്റെ പ്രവർത്തകന്മാർക്ക് അല്പം ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഒരുപക്ഷെ സാധാരണ ഒരു 100 മീറ്റർ ഓട്ടത്തിൽ പോലെ അവസാന ലാപ്പിൽ വളരെ ബഹുദൂരം മുമ്പിലായിരുന്നു. CPM നേതൃത്വം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലും കഴിഞ്ഞും എന്ത് പറഞ്ഞാലും നമ്മൾ ശരിക്കും ബഹുദൂരം മുന്നിലായിരുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പ് ദിവസം CPMൻ്റെ കോട്ടകൊത്തങ്ങൾ, ഒരുപാട് പഞ്ചായത്തുകളിലെ മുഴുവൻ ബൂത്തുകൾ ഞാൻ സന്ദർശിച്ച ഒരാൾ. സാധാരണയായി തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു നിർജീവാവസ്ഥ CPMൻ്റെ വർക്കേഴ്സിനും ബൂത്ത് ഏജന്റുമാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒക്കെ ഇതേപോലെയുള്ള വിഷയത്തിൽ ആന്തൂർ പഞ്ചായത്തിലായാലും പരിയാരം പഞ്ചായത്തിലെ കുറ്റ്യേരി വില്ലേജ് CPMൻ്റെ കോട്ടക്കൊത്തകൾ 1-ാം റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ തന്നെ അവിടെ കേവലം 800 വോട്ട് മാത്രമാണ് LDFന് ഭൂരിപക്ഷം വന്നത്. രണ്ടാമത്തെ പരിയാരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ 2-ാം റൗണ്ട് കഴിഞ്ഞപ്പം 1500-ലധികം വോട്ട് ആ പരിയാരം പഞ്ചായത്തിൽ UDFന് ലീഡ് നേടാൻ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആന്തൂർ പഞ്ചായത്തിലെ 10,500 12,000 ഭൂരിപക്ഷം വരുന്നിടത്ത് 8,500-ലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് തന്നെയാണ്. അതോടൊപ്പം തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഈ ചരിത്രത്തിലില്ലാത്ത ഒരു വോട്ടിൻ്റെ ഒരു ഫ്ലോ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരു 10,500 മുകളിൽ ഭൂരിപക്ഷം ഇന്നേവരെ അവിടെ ആ ഭൂരിപക്ഷത്തിലേക്ക് ഇതുവരെ എത്താത്ത റെക്കോർഡ് ഭൂരിപക്ഷം തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ കിട്ടി. അതുപോലെ കുറ്റ്യാട്ടൂർ മയ്യിലൊക്കെ 4,000-3,000 ഭൂരിപക്ഷമാണ് പിറകോട്ട് പോയി 1000-ൽ താഴെ ഭൂരിപക്ഷം എത്തുന്നതിലേക്ക് എത്തി. അതോടൊപ്പം മലപ്പട്ടം ടി കെ ഗോവിന്ദൻ മാസ്റ്ററുടെ ആ സ്വന്തം ബൂത്തിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളതാണ്. ആ അടിയൊഴുക്ക് നമ്മൾ മനസ്സിലാക്കി ഞങ്ങളുടെ പ്രവർത്തനം, അത് UDFൻ്റെ നേതാക്കന്മാർ, തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിലെ UDFൻ്റെ നേതാക്കന്മാരുടെ ഒരു എണ്ണയിട്ട എന്ന ഒരു പ്രവർത്തനം, അതോടൊപ്പം ആയിരക്കണക്കിന് UDFൻ്റെ പ്രവർത്തകർ അവസാന നിമിഷം വരെ വളരെ കഠിനാധ്വാനം ചെയ്തു. നേതൃത്വത്തിൻ്റെ
എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം വളരെ ശാസ്ത്രീയമായി പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലും ശാസ്ത്രീയമായി വർക്ക് ചെയ്തു. ആ സ്ട്രാറ്റജി പ്ലാനിംഗ് നടപ്പിലായി. അതിൻ്റെ കൃത്യമായ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് തന്നെ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മലപ്പട്ടം പഞ്ചായത്തിലും വലിയ രീതിയിൽ CPM-ന്റെ വോട്ട് ചോർന്നിട്ടുണ്ട്. വലിയൊരു ചോർന്നിട്ട് മലയപ്പട്ടത്തുള്ള 8 ബൂത്തുകളാണ്. ആ അവസാന റൗണ്ടിലാണ് ഇവിടെ എണ്ണിയത്. അപ്പോൾ പല ബൂത്തുകളും UDF-നാണ് ഭൂരിപക്ഷം. 500 വോട്ട് UDF-നും 200 LDF-നും. അങ്ങനെ ചില ബൂത്തുകളിൽ LDF-ന് നേരിയ ഭൂരിപക്ഷം. അവിടെ വ്യക്തമായിട്ട് മലപ്പട്ടം പഞ്ചായത്തിലെ 4ഓളം ബൂത്തുകൾ നമുക്ക് ഭൂരിപക്ഷം കിട്ടി. മറ്റുള്ളിടത്തൊക്കെ 100-ന്റെ ഭൂരിപക്ഷമാണ്, 100 200 ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയത്. അങ്ങനെയാണ് നമ്മൾ 500 ഭൂരിപക്ഷം എന്നുള്ള LDF-ന് കേവലം 500-ലേക്ക് എത്തിക്കാൻ കഴിയും. TK ഗോവിന്ദന്റെ കൂവിയ ബൂത്ത്, അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിലും TK ലീഡ്. ആ കൂവിയ ബൂക്കുണ്ട് രാമഗുരു UP സ്കൂളാണ്, പൂക്കണ്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്താണ്. അവിടെ 128 നമ്പർ ബൂത്തിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നല്ല മെജോറിറ്റി കിട്ടിയത്. ഈ കൂവി എന്നുള്ള പറയുന്നത് ഒരുപക്ഷെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം പാർട്ടിയുടെ നേതാക്കൾ അവരുടെ സംസ്കാരത്തിനനുസരിച്ച് കൂവിയതാണ്. ഒരുപക്ഷെ ഈ കൂവാൻ വന്ന ആളുകൾ പോലും മറിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടാകും. TK ഗോവിന്ദൻ ഈ പാർട്ടി വിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അവിടെ അതിനെതിരെ പ്രസംഗിച്ചവരും പ്രതികരിച്ചവരും ഒക്കെ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി എന്താണ് തളിപ്പറമ്പിന് സമ്മാനിക്കാൻ ഇപ്പോൾ MLA ഒക്കെ കരുതി വെച്ചിട്ടുള്ളത്? ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ചുക്കാൻ താങ്കളുടെ കൂടിയാണല്ലോ. ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, അതിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ആളാണ്. ഇപ്പോൾ തളിപ്പറമ്പിന് വലിയ പ്രതീക്ഷകളൊക്കെ വെച്ചു പുലർത്താൻ ഇനിയുണ്ടോ? തീർച്ചയായും അത് ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്നുള്ളതല്ല. തളിപ്പറമ്പിൻ്റെ UDF നേതൃത്വത്തിൻ്റെ പിന്തുണയോടും ജനങ്ങളുടെ ആഗ്രഹപ്രകാരം കഴിഞ്ഞ കാലത്തെ MLA-യുടെ പ്രവർത്തനങ്ങൾക്ക് തളിപ്പറമ്പിലെ ജനങ്ങൾക്കും അവർക്ക് വോട്ട് ചെയ്തവർക്കും CPM-ന്റെ അനുഭാവികൾക്ക് ആ MLA-യുടെ സമീപിക്കുമ്പോഴുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വളരെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതുപോലെ തന്നെ തളിപ്പറമ്പിൽ വളരെ ശാസ്ത്രീയമായി കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ബെസ്റ്റ് MLA എന്നുള്ള ഒരു സ്ട്രാറ്റജി പ്ലാനിങ് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരുപാട് പ്രൊജക്റ്റുകളും പദ്ധതികളും തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലുണ്ട്. MV ഗോവിന്ദൻ തന്നെയായിരുന്നു നിങ്ങളുടെ ഒരു ഐശ്വര്യം? അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ആ ഒരു വിഷയമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവരും നേതാക്കന്മാരാണ്, സീനിയറായ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറയുന്നില്ലെങ്കിലും ആ വിഷയങ്ങൾ CPM-ന്റെ പ്രവർത്തകർക്കുണ്ട്. അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള അർഹത എനിക്കില്ല. പക്ഷേ MLA എന്നുള്ള നിലപാടുകളോടുള്ള പ്രശ്നങ്ങളുണ്ട്. തളിപ്പറമ്പിൻ്റെ തുല്യമായ എല്ലാ പ്രദേശത്തും മലപ്പട്ടം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് തുല്യമായ വികസനം MLA ഫണ്ടായാലും ഗവൺമെൻറ് ഫണ്ടായാലും കൊണ്ടുവരും. UDF-ന്റെ ഒരു ഗവൺമെൻറ് വരികയാണ്. ആ UDF-ന്റെ ഒരു സ്റ്റാർ MLA എന്നുള്ള നിലയിൽ നല്ല പദ്ധതികൾ മന്ത്രിസ്ഥാനത്തേക്ക് എന്തെങ്കിലും പരിഗണന, അതൊക്കെ നേതൃത്വം അത് പറയാൻ ഞാൻ ആരുമല്ല. ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല, അതൊന്നും അങ്ങനെ മറുപടി പറയാൻ ഞാൻ ആളല്ല. അത് നേതൃത്വം തീരുമാനിക്കും. പാർട്ടിയുടെ ആളുകളും മന്ത്രിയാകും. എന്ത് മന്ത്രിസ്ഥാനമല്ല, ആ MLA എന്നുള്ള പറയുന്നത് തളിപ്പറമ്പിൻ്റെ കേരളത്തിൽ തന്നെ ഒരു ക്ലാസിക് MLA ആയി മാറും. അതിനുള്ള ഒരു പ്ലാനിങ് ജനങ്ങൾക്കൊപ്പം ഉള്ള MLA ആയി, ജനങ്ങൾക്ക് ഒപ്പം 100% ഉണ്ടാവും. 24 hours ഉണ്ടാവും. അതോടൊപ്പം ജനങ്ങൾക്ക് തളിപ്പറമ്പിൻ്റെ മുഖച്ഛായ മാറ്റാനും തളിപ്പറമ്പിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഒരു എല്ലാവരെയും കൂട്ടിച്ചേർത്തുള്ള ഒരു ശൈലി സ്വീകരിക്കും എന്നാണ് MLA സൂചിപ്പിച്ചത്. ആ പദ്ധതികൾ ഞങ്ങൾ ഭാവിയിൽ തയ്യാറായിക്കൊണ്ടിരിക്കും. എന്തായാലും തളിപ്പറമ്പിലെ പ്രവർത്തനങ്ങൾക്കാകെ ചുക്കാൻ പിടിച്ച ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് KV അബ്ദുൾ റസാഖാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രവർത്തനം, ചിട്ടയാർന്ന പ്രവർത്തനം, ആ പ്രവർത്തനമാണ് തളിപ്പറമ്പിൽ ഒരു അത്ഭുത വിജയം UDF-ന് സമ്മാനിച്ചിട്ടുള്ളത്. TK ഗോവിന്ദൻ എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ CPM-ന്റെ വോട്ട് ഏതൊക്കെ രീതിയിൽ ചോർത്താൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള എല്ലാ പഠനവും നടത്തിക്കൊണ്ടാണ് പാർട്ടി ഗ്രാമങ്ങളിലടക്കം ആന്തൂരിലും മലപ്പട്ടത്തും മയ്യിലും കുറ്റാട്ടൂരിലും അടക്കം പാർട്ടി ഗ്രാമങ്ങളിലാകെ കടന്നു ചെന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഈ TK ഗോവിന്ദന് കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം ആ മിഷനറി ആകെ പ്രവർത്തിച്ചു എന്നതാണ് തളിപ്പറമ്പിലെ ഈ അത്ഭുത വിജയത്തിന് പിന്നിൽ എന്നാണ് അബ്ദുൾ റസാഖ് വ്യക്തമാക്കുന്നത്. നീലാഞ്ജന.